പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ദേവയാനി ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ഹോസ്പിറ്റലിൽ ICUയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഡോക്ടർ ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ ശരീരം മുഴുവൻ വിഷം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ ബ്ലഡ് മുഴുവൻ ചേഞ്ച് ചെയ്യണം. ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് കിട്ടാനും കുറച്ച് പ്രയാസമാണ്. ശരീരത്തിലെ ബ്ലഡിൽ മുഴുവൻ വിഷം പടർന്നത് കൊണ്ട് ആ ബ്ലഡ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മാറി നല്ല ബ്ലഡ് വേണം ദേവയാനിയുടെ ശരീരത്തിലേക്ക് അയറ്റാൻ എന്നെല്ലാം ഡോക്ടർ പറഞ്ഞു. അതുമാത്രവുമല്ല, പ്രത്യേകിച്ച് ഈ ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ല വാട്സപ്പ് ഗ്രൂപ്പിലോ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുത്താൽ മതി. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് സംഘടിപ്പിച്ച് തരണം. ഇവിടെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോക്ക് ഇല്ല. മറ്റേത് ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നേനെ. ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അധികം ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ ഡോക്ടർ. ഏതായാലും ഇതെല്ലാം കേട്ട് നമ്മുടെ ആദർശ് നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ നമ്മുടെ ജയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജയനോട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അതായത് അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A- അധികം ആർക്കും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഇത്. ഇനി എന്ത് ചെയ്യാം എന്നറിയില്ല അച്ഛാ. ആ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ എവിടെ പോവും, എവിടെ ചെന്ന് അന്വേഷിക്കും? നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാനുള്ള സാവകാശം പോലും ഇല്ല. ആ ഒരു ചാൻസ് പോലും നമുക്കില്ല. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് സംഘടിപ്പിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആദർശ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ജയൻ പറയുന്നുണ്ട്, നമ്മളിനി എന്ത് ചെയ്യാനാ മോനെ? ഇനി നമ്മൾ എവിടെ പോയി തപ്പാനാ മോനെ? ഈ ബ്ലഡ് ഗ്രൂപ്പ് എവിടെ പോയി കണ്ടുപിടിക്കാനാ മോനെ? അല്ല, ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ ജയൻ. അപ്പോഴാണ് നമ്മുടെ അനി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ അനിയോടും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അനി ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കുമാണ് അനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അനാമികയും ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അനാമികയുടെ ബ്ലഡ് കിട്ടുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഓക്കെ ആവും. വേറെ എവിടെയെങ്കിലും ബ്ലഡ് അന്വേഷിച്ച് നടക്കേണ്ടതുമില്ല. അപ്പോഴാണ് നമ്മുടെ അനാമികയും രേവതിയും വേണുവും കൂടെ ദേവയാനിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നമ്മുടെ അനി ആദർശനോട് പറയുന്നുണ്ട്, അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് വല്യമ്മയുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഞാൻ ഏതായാലും അനാമികയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനി അനാമികയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വല്യമ്മയുടെ കാര്യം നീ ഒന്ന് സഹായിച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ അനി പറയുമ്പോൾ അനാമിക എടുത്തടിച്ച് എനിക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. എന്തായാലും അനാമികക്ക് കിട്ടിയ ചാൻസ് തന്നെയാണിത്. ദേവയാനിയുടെ മനസ്സിൽ ഒന്നുകൂടി കയറിക്കൂടാൻ പറ്റിയ, ദേവയാനിയുടെ മനസ്സ് ഒന്നുകൂടി കീഴടക്കാൻ പറ്റിയ ചാൻസ് തന്നെയാണിത് അനാമികക്ക്. അത് മനസ്സിലാക്കിയ നമ്മുടെ രേവതി അനാമികയോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ബ്ലഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള കടപ്പാടൊക്കെ ദേവയാനി ചേച്ചിക്ക് കൂടത്തേയുള്ളൂ. അതുപോലെ തന്നെ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ മോളായിരിക്കും. എല്ലാവരുടെ മനസ്സിലും, ആ കിളവൻ്റെ മനസ്സിൽ പോലും മോൾക്കായിരിക്കും വലിയ സ്ഥാനം. മോൾക്ക് ആ വീട്ടിൽ നിൽക്കാനും സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും അനാമികക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ബ്ലഡ് കൊടുക്കണമെന്നോ? അമ്മ, ഈ ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ ഈ ബ്ലഡ് പോയി കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. അതായത് എനിക്ക് അത്രയും ബ്ലഡ് കുറയല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ബ്ലഡ് കൊടുത്തു എന്ന് കരുതി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ അനാമിക ബ്ലഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. വേണുവും വന്ന് പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ മോളോട് അനന്തപുരിയിൽ എല്ലാവർക്കും ഇഷ്ടം കൂടത്തേയുള്ളൂ എന്ന് വേണുവും പറയുമ്പോൾ, പിന്നെ ബ്ലഡ് കൊടുത്തിട്ടുള്ള കൂറും സ്നേഹമൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ബ്ലഡ് ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറല്ല തീർത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനാമിക. ഇതേ സമയം അനന്തപുരിയിൽ എല്ലാവരും ഇതെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്നും അനാമിക ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ വേറെ എവിടെയും ഇനി ബ്ലഡിന് വേണ്ടി തേടി നടക്കണ്ട എന്നും. ഏതായാലും ഇത് കേട്ടയുടൻ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവളുടെ ബ്ലഡ് കൊടുക്കുന്നതിനേക്കാൾ ഭേദം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അനിയും പറയുന്നുണ്ട്, വേറെ ആരുടെ ബ്ലഡ് കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വഴിയിലുള്ള പിച്ചക്കാരൻ്റെ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ നിലയും വിലയും ഒക്കെയുണ്ട്. പക്ഷേ ഇവളുടെ ആ ചീഞ്ഞ ബ്ലഡ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തിനാ ചീഞ്ഞ ബ്ലഡ് എൻ്റെ വല്യമ്മയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. അവളുടെ ചീഞ്ഞ് നാറിയ ബ്ലഡാണ്. അവളുടെ ബ്ലഡ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ നമ്മുടെ അനിയും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ബ്ലഡ് കൊടുക്കാൻ നമ്മുടെ അനാമിക തയ്യാറാകുന്നില്ലല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ വിവരം അറിയുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഈ വാർത്ത വളരെയധികം സങ്കടകരമാവുന്നുണ്ട്.
കാരണം വീട്ടിൽ തന്നെ ഒരാൾക്ക് ഈ ഒരു ഗ്രൂപ്പുണ്ട് എന്നറിഞ്ഞിട്ടും കൊടുക്കാതെ വരുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ അനാമികക്ക് ഒട്ടും ബുദ്ധിയില്ല. അനാമികക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അനാമിക ഈ സമയം തന്നെ പോയി ബ്ലഡ് കൊടുത്തേനെ. രേവതിയും വേണുവും നിർബന്ധിച്ചിട്ട് പോലും അനാമിക ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് വേറൊന്നുകൊണ്ടുമല്ല, അനാമികക്ക് ശരിക്കും പേടിയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, തൻ്റെ സൗന്ദര്യം പോവോ, തൻ്റെ ബ്ലഡ് അത്രയും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്നൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അനാമിക ബ്ലഡ് കൊടുക്കാത്തത്. എന്തായാലും അനാമികക്ക് സകലേശം പോലും ബുദ്ധി അടുത്തുകൂടെ പോയിട്ടില്ല. എന്തായാലും ഈ സമയം ആദർശ നയനയോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തോ അപ്പോൾ ആ സമയം നയന അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, പുറത്തു പോയിട്ടുണ്ടാവും. നായന തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴാണ് നായന പറയുന്നത്, ആദർശേട്ടാ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ, ഞാൻ കൊടുത്തോളാം അമ്മക്ക് വേണ്ട ബ്ലഡ്. അമ്മക്ക് വേണ്ടി എൻ്റെ ബ്ലഡ് മുഴുവൻ ഞാൻ കൊടുത്തോളാം, വേറെ ആരുടെയും കാല് പിടിക്കാനൊന്നും പോണ്ടാന്ന് പറയാൻ കേട്ടോ നായന. അപ്പോൾ ഈ വിവരം അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന തന്നെയാണ് കേട്ടോ ദേവയാനിക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ ദേവയാനിയുടെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നയന തന്നെയാണ്. നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് അറിയുമ്പോഴേക്കും നയന ആദ്യമേ ബ്ലഡിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു. നയന പുറത്തു പോയ ഒരു സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതും അനാമികയോട് ചോദിക്കുന്നതും അവൾ കൊടുക്കില്ല എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ചർച്ചയായി മാറുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നയന അറിയുന്നത്. നയന വന്നതിന് ശേഷമാണ് ഈ ബ്ലഡ് അന്വേഷിച്ച് പുറത്തൊന്നും പോകണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതറിയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നേരിട്ട് പറഞ്ഞയച്ചിരിക്കുന്ന ഒരു ദേവത തന്നെയാണ് നമ്മുടെ നയന മോള്. അവളെ ഈ കുടുംബത്തിലേക്ക് ദൈവമായിട്ട് തന്നെ പറഞ്ഞയച്ചതാ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പൂജാരിയോ ജ്യോത്സ്യനാരോ പറഞ്ഞിരുന്നല്ലോ അന്ന്, ഈ കുടുംബത്തിൻ്റെ പൂർണ്ണ ഐശ്വര്യവും നമ്മുടെ നയനയിലാണ് ഇരിക്കുന്നതെന്ന്. നയനയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ പാടില്ല എന്നൊക്കെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇത് അയ്യപ്പൻ കൊടുത്ത ശിക്ഷ തന്നെയാണ് ദേവയാനിക്ക്. കാരണം വേറെ ഒന്നുമല്ല, ഇതാരും ചെയ്തോട്ടെ, മനഃപൂർവ്വം ആരെങ്കിലും പാലിൽ വിഷം കലർത്തിയതായിരിക്കാം. അയ്യപ്പൻ തന്നെയാണ് അവൾക്കിത് കൊടുത്തത്, വേറെ ഒന്നുമല്ല. അവൾ നയനയുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയാണല്ലോ നമ്മുടെ മരുമകൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് മോനെ പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഇത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവളിത് മുന്നേ തീരുമാനിച്ചതുമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതെല്ലാം തിരിഞ്ഞു കറങ്ങി വന്നത് ദൈവത്തിൻ്റെ തിരിച്ചടി തന്നെയാണ്. ദേവയാനി അറിയണം, നയനയുടെ നന്മ ഇനിയെങ്കിലും ദേവയാനി തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമിക ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാരണം നയന ബ്ലഡ് കൊടുക്കാൻ തയ്യാറായപ്പോൾ അനാമിക പെട്ടെന്ന് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി വരുന്നുണ്ട്. ഇനി അനാമികയുടെ ചീഞ്ഞ ബ്ലഡ് ദേവയാനിയുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല, ഒരിക്കലും ആരും അതിന് സമ്മതിക്കില്ല. നമ്മുടെ നയനയുടെ നല്ല ബ്ലഡ് ഉള്ളപ്പോൾ ആ ചീഞ്ഞ ബ്ലഡിന് വേണ്ടി ആരും ഇനി തയ്യാറാകത്തില്ലല്ലോ. അങ്ങനെ അനാമികക്ക് വലിയൊരു ചതി തന്നെ പറ്റുകയാണ് കേട്ടോ. അനാമികയെ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ വേണുവും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ദേവയാനിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ലാസ്റ്റ് നയന തന്നെ വേണ്ടി വന്നു. ഇതിനോടകം തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. കനക ഒന്നും ആദ്യം ഇക്കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നില്ലല്ലോ. ഇടയ്ക്ക് നവ്യയെ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചെങ്കിലും നവ്യ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. സംഭവം അറിഞ്ഞ് ഇവർ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും നയനമോളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്നൊക്കെ നമ്മുടെ കനക പറഞ്ഞിട്ടാണ് കേട്ടോ അവർ അറിയുന്നത്, നയന പോലും അറിയുന്നത്. അങ്ങനെ എന്തായാലും ദേവയാനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നയന തന്നെയാണ്. അതുമാത്രവുമല്ല നമ്മുടെ ദേവയാനി നയനയുടെ നന്മ തിരിച്ചറിയുകയും അനാമികയുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വലിയ സംഭവം നമ്മുടെ ദേവയാനിയുടെ കണ്ണ് തുറപ്പിക്കുക തന്നെ ചെയ്യും. വീണ്ടും തിരിച്ചടിയായിട്ട് നമ്മുടെ അനാമികക്കും രേവതിക്കും ചെല്ലുകയാണ് കേട്ടോ. അവർ തന്നെ വരുത്തി തീർത്താണല്ലോ ഈ ഒരു സംഭവം. നമ്മുടെ നയനയെയും നവ്യയെയും അനന്തപുരി വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണല്ലോ. എന്താണെങ്കിലും ഇതെല്ലാം തിരിച്ചടിയായിട്ട് വരുന്നത് അനാമികക്കും രേവതിക്കും തന്നെയാണ് കേട്ടോ തിരിച്ചടി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ് സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്